അങ്ങനെ വരുണിനെ കൊലപ്പെടുത്തിയ കേസ് വിക്രത്തിൻ്റെ തലയിൽ ആവുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ അച്ഛൻ പറഞ്ഞത് പ്രകാരം വിക്രം മാറി നിൽക്കുന്നു. വാസവൻ വരുണിൻ്റെ മരണത്തിൽ വല്ലാതെ തകർന്നു പോകുകയാണ്. തൻ്റെ മകനെ കൊന്നവരെ വെറുതെ വിടില്ലെന്നും അവർ ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ പാടില്ല എന്നും വാസവൻ തീരുമാനിക്കുന്നു. അതേസമയം വാസവനെ വിക്രത്തിനെതിരായി ഓരോന്നൊക്കെ ചെയ്യാനായി ശ്രീകാന്ത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീകാന്തിൻ്റെ ഈ പ്രേരണയിൽ വാസവൻ വിക്രവും വരുണും നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യങ്ങളും എല്ലാം മറക്കുകയാണ്. എങ്ങനെയെങ്കിലും വിക്രത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന ചിന്ത വാസവനിൽ ശ്രീകാന്ത് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ വാസവൻ വിക്രത്തെ അന്വേഷിക്കാനായി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വിക്രത്തെ കാണില്ലെന്ന് അറിഞ്ഞിട്ടു തന്നെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്താനാകും വാസവൻ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ വാസവൻ വരുന്നത് കാണുമ്പോൾ വീട്ടുകാർ പുറത്തേക്ക് ചെറിയ ഭയത്തോടെയാകും വരുന്നത്. എന്നാൽ സുധാകരൻ മാഷ് ധൈര്യത്തിൽ വാസവനോട് പറയും, എൻ്റെ മോനല്ല അത് ചെയ്തത്. ഓ, അച്ഛനും മകനും ഒന്നായപ്പോൾ നിങ്ങളുടെ മകനിപ്പോൾ പുണ്യാളനായല്ലേ തനിക്ക്. അതുകൊണ്ട് പറയുകയല്ല, നിങ്ങളുടെ മകനെ ഒരിക്കൽ വിക്രം ഉപദ്രവിച്ചെന്നതു സത്യമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വരുണും വിക്രവും തമ്മിൽ യാതൊരു പ്രശ്നമില്ലാതെയാണ് മുൻപോട്ട് പോയിരുന്നത്. നിങ്ങളുടെ മകന് ആക്രമണം സംഭവിക്കുന്ന സമയത്ത് എൻ്റെ മകൻ വിക്രം ക്ലബിലായിരുന്നു. അതിന് തെളിവുകളും ഉണ്ട്. അത് വാസവനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓ, കൊള്ളാം, നിങ്ങളുടെ നാടകം അടിപൊളി ആയിട്ടുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് വിക്രം എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തേ? എൻ്റെ മകനെ വെറുതെ വിടണം, അവൻ തെറ്റുകാരനല്ല. സുധാകരൻ മാഷി ഇങ്ങനെ പറഞ്ഞതും വാസവന് ദേഷ്യം വരുന്നു. വാസവൻ മാഷിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ്. വിക്രത്തെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെ ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല, കൊന്നു കളയും ഞാൻ. ഈ സമയം വീട്ടുകാർ അയ്യോ എന്ന് പറഞ്ഞ് മാഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. വിനായകൻ വാസവനെ പിടിച്ചു മാറ്റുമ്പോൾ വാസവൻ വിനായകനെ പിടിച്ച് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. നന്ദിനി അയ്യോ വിനയേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിനയൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെ വാസവൻ പോകാനായിട്ട് തീരുമാനിച്ച് അവസാനമായി പറയുകയാണ്, ഇപ്പം ഞാൻ പോവുകയാണ്. പക്ഷെ വിക്രത്തെ കണ്ടു കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലെ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഭീഷണി മുഴക്കിയതിന് ശേഷം വാസവൻ അവിടെ നിന്നും പോകുന്നു. അതേസമയം കമലമ്മ ആകെ തകർന്നു പോവുകയാണ്. നടന്നതെല്ലാം ആലോചിച്ച് മനസ്സ് തകർന്നു പോവുകയാണ് കമലമ്മയുടെ. ഇതെല്ലാം കണ്ട് അബോധാവസ്ഥയിൽ മയങ്ങി വീഴുന്നു കമലമ്മ. കമലമ്മയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിക്രം ആണെങ്കിൽ രാത്രിയായപ്പോൾ ആരും കാണാതെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെയുള്ളവരെ കാണാനും അവിടെയുള്ള എല്ലാവരും സേഫാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം വരുന്നത്. നന്ദിനി അങ്ങനെ വിക്രത്തിനെയും കാണുന്നു. ആ വിക്രം, നീ എവിടെ ആയിരുന്നടാ? ഇവിടെ ആകെ പ്രശ്നമായിരുന്നു, ഇവിടെ നടന്നോന്ന് നീ അറിഞ്ഞില്ലല്ലോ, എന്താ ഇടത്തി എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നന്ദിനി വിക്രത്തിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ നന്ദിനി വഴി കാര്യങ്ങളെല്ലാം തന്നെ വിക്രം മനസ്സിലാക്കുന്നു. വാസവൻ വീട്ടിൽ വന്നു പോയതും നടന്ന സംഭവങ്ങളെല്ലാം അങ്ങനെ വിക്രം അറിയുകയാണ്. ശേഷം വിക്രം അവിടെ നിന്നും അമ്മയെ കാണാനായി ഇറങ്ങുകയാണ്. ഹോസ്പിറ്റലിൽ ആരും കാണാതെ വിക്രം അമ്മയെ ചെന്ന് കാണുന്നു. അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ വിക്രത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു. കൂടുതൽ സമയം വിക്രത്തിന് അവിടെ നിൽക്കാൻ സാധിക്കില്ല. വേഗം അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് വിക്രം പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വേദയുടെ വീടാണ്. വേദ ആകെ കരഞ്ഞ് ആവശ്യമായി ഇരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിക്രത്തിൻ്റെയും വീട്ടുകാരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും ഇതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി? വാസവൻ്റെ ആളുകൾ ഉറപ്പായും വിക്രത്തിൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കാണും. വിക്രത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? പാവം എൻ്റെ വിക്രം എവിടെയാകും? ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും വിക്രത്തെ രക്ഷിക്കുക? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദ ദീപ്തിയുടെ റൂമിലേക്ക് പോവുകയാണ്. വിക്രം ഇതിൽ നിരപരാധിയാണെന്ന് പറയാൻ വേണ്ടിയായിരിക്കും വേദ ദീപ്തിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. പക്ഷേ വേദ നോക്കുമ്പോൾ ദീപ്തി കരഞ്ഞ് തളർന്ന് ഉറങ്ങി കാണും. അങ്ങനെ വേദ തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ
ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നു. ശ്രീകാന്ത് വർഷയുടെ അച്ഛനോടാകും സംസാരിക്കുന്നത്. ആ അച്ഛാ, നമ്മുടെ ഇതുവരെയുള്ള പ്ലാൻ എല്ലാം ഗംഭീരമായി. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നു. ഇനി വരുണിനെ തീർത്ത പോലെ വിക്രത്തെയും തീർത്താൽ നമ്മുടെ പ്ലാൻ സക്സസ്. ഇത് കേട്ടതും വേദ ആകെ തകർന്നു പോവുകയാണ്. അവിടെ ഭിത്തിയിൽ വേദ മറഞ്ഞു നിന്നുകൊണ്ട് ബാക്കി സംസാരം കൂടി ശ്രദ്ധിക്കുന്നു. ആ വാസവൻ വിക്രത്തെ തപ്പി നടക്കുകയാണ്. നമ്മൾ വിക്രത്തെ കൊല്ലാനായി സ്ക്രൂ കയറ്റി വിട്ടതുകൊണ്ട് ആ വാസവൻ തന്നെ വിക്രത്തെ തീർത്തോളും. അയാൾ തോക്കുമായി ഇറങ്ങിയിട്ടുണ്ട് വിക്രത്തെ കൊല്ലാനായി. അതുകൊണ്ട് ഇനി ഗുണ്ടകൾക്ക് കാശ് കൊടുത്ത് നമ്മൾ മുഷിയണ്ട. ആ കാശ് നമുക്ക് ലാഭം. ശേഷം പൊട്ടിച്ചിരിയാണ് അവിടെ നടക്കുന്നത്. വേദയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ആവശ്യയാവുകയാണ്. തൻ്റെ ആങ്ങളയെ വലിച്ചു കീറി പുറത്തു കൊണ്ടുവരൽ അല്ല, എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കലാണ് ഇപ്പോൾ വേണ്ടത് എന്ന് മനസ്സിലാക്കിയ വേദ ആ രാത്രി തന്നെ ആരും കാണാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വേദ നേരെ ചെല്ലുന്നത് ക്ലബിലേക്കാകും. രാജേട്ടനോടും ജോസഫിനോടും ഒക്കെയായിട്ട് പറയുകയാണ്, വിക്രത്തെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. വിക്രത്തിൻ്റെ ജീവൻ ആപത്തിലാണ്. വിക്രം എവിടാണ് ഉണ്ടാവാൻ സാധ്യതയെന്ന് അറിയുമോ? ആ സമയം രാജേട്ടൻ പറയാണ്, ഇല്ല വേദേ, അറിയില്ല, ഞങ്ങളും കുറേ അന്വേഷിച്ച് തന്നു. അയ്യോ, ഇനി എന്താ ചെയ്യുക? വിക്രം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എനിക്കറിയാം, അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ എന്ന് ജോസഫ് പറയുകയാണ്. എങ്കിൽ വാ, നമുക്ക് പോകാം. അനിയൻകുട്ടൻ ഈ സമയം ഞാനും വരാം എന്ന് പറയുമ്പോൾ, വേണ്ട, ഞങ്ങൾ പോയി നോക്കിക്കോളാം. ബൈക്കിൽ 2 പേർക്കല്ലേ പോകാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കുക. എന്തായാലും ഇത്ര സമയമായില്ലേ എന്ന് പറഞ്ഞ് അനിയൻകുട്ടനെ സമാധാനിപ്പിച്ച് 2 പേരും പോകാനായിട്ട് തയ്യാറാകുന്നു. രാജേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, ശരി, നിങ്ങൾ സൂക്ഷിച്ചു പോകണേ. അങ്ങനെ വേദ ജോസഫിൻ്റെ കൂടെ വിക്രത്തെ തിരയാൻ ചെല്ലുകയാണ്. വിക്രമാണെങ്കിൽ അമ്മയെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടതിന് ശേഷം റോഡിലൂടെ നടന്നു പോകുന്നു. പക്ഷേ വാസവൻ ആ സമയം വണ്ടിയിൽ പോകുമ്പോൾ വിക്രത്തെ കാണാൻ ഇടയാകുന്നു. വിക്രത്തെ കണ്ട ഉടനെ വാസവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി വിക്രത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുന്നു. വാസവനെ കണ്ട ഉടനെ തന്നെ വിക്രം ഓടിമറിയാനായിട്ട് ശ്രമിക്കുകയാണ്. വിക്രം ഒരു വിജനമായ സ്ഥലത്തേക്കാകും ഓടുന്നത്. അതോടൊപ്പം തന്നെ വാസവനും വിക്രത്തിൻ്റെ പുറകെ ഓടുന്നു. അങ്ങനെ ഓടി ഓടി കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു വിജനമായ കാട്ടിലെത്തുകയാണ്. വാസവൻ അവിടെ വെച്ച് വിക്രത്തെ കാണുന്നു. വിക്രത്തെ ദൂരെ നിന്നും ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിക്രത്തിൻ്റെ ശരീരത്തിൽ വെടിയുണ്ട തുളഞ്ഞ് കയറുന്നു. പക്ഷേ വെടിയുണ്ട ഏറ്റ അതേ സമയം വിക്രം വാസവൻ്റെ കണ്ണിൽ നിന്നും എങ്ങനെയൊക്കെയോ മാറി മറിയുന്നു. അപ്പോൾ ആ ഒരു വെടിയുണ്ട ഏറ്റ് വീഴുന്ന വിക്രത്തെ പിന്നെ വാസവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. വാസവന് ശേഷം വിക്രത്തെ കാണാൻ കഴിയില്ല. പക്ഷേ വെടിയുണ്ട ഏറ്റു ആ കാട്ടിൽ ആരും ഇനി അവനെ രക്ഷിക്കാൻ വരില്ല എന്ന് വാസവൻ മനസ്സിലാക്കുന്നു. അവൻ അവിടെ കിടന്ന് ചാകും എന്ന് മനസ്സിലാക്കിയ വാസവൻ ആ ഒരു ആശ്വാസത്തിൽ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അതേസമയം വേദയും ജോസഫും വാസവൻ്റെ കാറ് ആ പോകുന്ന വഴിയെ അവിടെ നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ കണ്ട് വണ്ടി നിർത്തിയ ശേഷം അവർ അങ്ങോട്ടേക്ക് നടക്കുന്നു. വാസവനെ കണ്ട വേദയും ജോസഫും ഒരു മരത്തിൽ മറഞ്ഞു നിൽക്കുകയാണ് വാസവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. വാസവൻ സ്വയം അലറി വിളിക്കുകയാണ്, എൻ്റെ മകനെ കൊന്നവനെ ഞാൻ കൊന്നു, ഇനി എനിക്ക് സമാധാനം കിട്ടും. എൻ്റെ മകന് മോക്ഷം ലഭിച്ചു, ഞാൻ അവനെ കൊന്നു. ഇത് കേൾക്കുന്ന വേദ സൗണ്ട് ഇല്ലാതിരിക്കാൻ വായ പൊത്തി കരയുന്നുണ്ട്. വിക്രത്തിന് ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ വേദ കരഞ്ഞുകൊണ്ട് തകർന്നു പോവുകയാണ്. അങ്ങനെ വാസവൻ അവിടെ നിന്നും തൻ്റെ ലക്ഷ്യം സാധിച്ച സന്തോഷത്തിൽ തിരിച്ചു പോവുകയാണ്. വാസവൻ പോയ ശേഷമായിരിക്കും വേദയും ജോസഫും വിക്രത്തെ അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ വിക്രത്തെ നോക്കി നോക്കി നടന്ന് അവസാനം വിക്രത്തെ കണ്ടുപിടിക്കുന്നു. വേദനയോടെ പുളഞ്ഞ് കരയുന്ന അവശനായ നിലയിലായിരിക്കും വേദ വിക്രത്തെ കാണുന്നത്. വിക്രത്തെ കണ്ടയുടനെ വേദ വിക്രം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അരികിലെത്തുന്നു. വിക്രത്തിന് ഗൺഷൂട്ട് ഏറ്റു എന്ന് വേദ മനസ്സിലാക്കുന്ന നിമിഷമായിരുന്നു അത്. ശേഷം ജോസഫും വേദയും വിക്രത്തെ തോളിൽ താങ്ങി നടത്തിച്ച് കൊണ്ടുപോകുന്നു.
ഹോസ്പിറ്റലിൽ ചെല്ലാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വിക്രത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല. പകരം വേദ ജോസഫിനോട് പറയുകയാണ്, ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ പോവാൻ സാധിക്കില്ല, അതുകൊണ്ട് വിക്രത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയേ മാർഗമുള്ളൂ. അല്ല വേദേ, ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയാൽ കൂടുതൽ പ്രശ്നമാകില്ലേ? ഞാൻ ആരും കാണാതെ ശ്രദ്ധിച്ചോളാം. അങ്ങനെ വേദയും ജോസഫും ചേർന്ന് വിക്രത്തെ വേദയുടെ വീട്ടിലേക്കാകും കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്നും വേദ ഒറ്റയ്ക്കായിരിക്കും റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ജോസഫ് ആണെങ്കിൽ അവിടെ ഇറക്കിയിട്ട് പോവുകയാണ്. കാരണം വീട്ടിലേക്കൊന്നും കയറുന്നില്ല. അപ്പോൾ സ്റ്റെയർ കേസ് കയറിയിട്ടായിരിക്കും കഷ്ടപ്പെട്ട് വേദ തനിയെ വിക്രത്തെ കഷ്ടപ്പെട്ട് തോളിലേറ്റി ഇങ്ങനെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് വേദയുടെ റൂമിലേക്ക്. വിക്രം ആണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാനാകാതെ തലങ്ങും വിലങ്ങും കിടന്ന് അടക്കി പിടിച്ച് കരയുകയാണ്. വിക്രത്തിൻ്റെ വേദന കാണുമ്പോൾ വേദയും കരയുന്നു. കരയല്ലേ വിക്രം, എൻ്റെ വിക്രത്തിന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കരയല്ലേ വിക്രം, ഞാനല്ലേ പറയുന്നേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിക്രത്തെ രക്ഷിച്ചിരിക്കും. അങ്ങനെ വേദ കണ്ണുകൾ തുടച്ച് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വേഗം ഫോൺ എടുത്ത് വേദ തൻ്റെ ഫ്രണ്ടായ ഡോക്ടറെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. നടന്ന സംഭവങ്ങളെല്ലാം ആ ഡോക്ടറോട് പറയുന്നു. ശേഷം ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങളും ആ ഒരു വെടിയുണ്ട എടുക്കേണ്ടതും എല്ലാം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദീപ്തിയുടെ മെഡിക്കൽ ടൂൾസൊക്കെ എടുത്ത് അങ്ങനെയെല്ലാം സെറ്റാക്കി വെക്കുകയാണ് വേദ. അപ്പോൾ അത് കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ കോളിലൂടെ ഡോക്ടർ പറയുന്ന പ്രകാരം വേദ ആ ഒരു വെടിയുണ്ട എടുത്തു മാറ്റി. വിക്രം വേദനിച്ച് പൊളയുകയാണ്. കാരണം വിക്രത്തിന് ഒരു രീതിയിലുള്ള അനസ്തീഷ്യയും ഒരു സപ്പോർട്ടും കൊടുക്കാതെ ആയിരിക്കും ഇതെല്ലാം ലൈവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേദന കൊണ്ട് വിക്രം ആണെങ്കിൽ ഇങ്ങനെ കരയുന്നുണ്ട് അടക്കി പിടിച്ചിട്ട്. അപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം തന്നെ വേദ ഇട്ട് കൊടുക്കുന്നു. വേദ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം എടുത്ത് അങ്ങനെ വളരെ നല്ല രീതിയിൽ വിക്രത്തെ രക്ഷിക്കുന്നുണ്ട്.